അന്നത്തെ ഇന്നത്തെ ഞാൻ കാണുന്നറിയോ, നമ്മൾ അന്നത്തെ സമയത്ത് ഇപ്പോൾ ഒരു കഥ എഴുതി ഇന്ന ആളുകൾ അഭിനയിക്കുന്നു, പ്രൊഡ്യൂസർ വരുന്നു, അദ്ദേഹം ബഡ്ജറ്റ് എന്തെന്ന് ചോദിക്കുന്ന പ്രശ്നമില്ലെന്ന്. ഡയറക്ടറുടെ ജോലി ഡയറക്റ്റ് ചെയ്യുക, ഇതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുക, അതിനുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസർ തരിക എന്നല്ലാതെ അന്നത്തെ കാലത്ത് ഞാൻ എത്രയോ സിനിമകൾ, അതായത് ചിത്രം അതെല്ലാം കഴിഞ്ഞ് വന്ദനം അതെല്ലാം കഴിയുന്നവരെ കുറേ കാലം വരെ പ്രൊഡ്യൂസർ നമ്മളോട് ഒരിക്കലും ഇപ്പോൾ ഈ വർഷം എൻ്റെ പടം ചെയ്യാൻ പോകണം, ബോയിങ് ചെയ്യാൻ പോകണം, ശരി പടം ചെയ്തോളൂ എന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ അവരാണ് നോക്കുന്നത്. എത്ര രൂപയാവുന്നു, എവിടെ സെറ്റാവുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ പ്രൊഡ്യൂസേഴ്സ് വന്ന് തരും. ഇന്ന് മാത്രമല്ല, അവരെടുക്കുന്ന റിസ്ക് ആലോചിക്കണം. ഈ സിനിമ ഓടിയാൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് പണം വരുള്ളൂ, വേറെ ഒരു രീതിയിലും എക്സ്ട്രാ ഇൻകം ഇല്ല. അവർ തന്നെ അതിനെ ഡിസിപ്ലിൻഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അത് തന്നെ ഇറക്കി ഇതെല്ലാം ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അത് ബഡ്ജറ്റായി, ഓക്കെ ഇത് ഇത്ര വിറ്റുപോകും, ഇത് ഇത്ര വിറ്റുപോകും, ഇത് എങ്ങനെ ആയിരിക്കണം, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം, ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന് പറയത്തില്ല. എനിക്കിപ്പോഴും അറിയില്ല, ഇപ്പോൾ ലാലൊക്കെ ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് നീ പടം ചെയ്തോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ എന്ന് എപ്പോഴും മനസ്സിലായത്. കാരണം ആ ഡയറക്ടർ ആ സമയത്ത് സിനിമ തീർക്കും, അതിന് മുകളിലോട്ട് പോകില്ല. കാര്യം ഇന്ന് എനിക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കാര്യമാണെങ്കിൽ ഇതിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാര്യം ഇന്നത്തെ തലമുറ അന്നത്തെ ഫിലിം മേക്കിംഗ് തമ്മിലുള്ള വ്യത്യാസം, ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ നിന്ന് സിനിമ കണ്ടുപഠിച്ചതാണെങ്കിൽ കൂടെ എനിക്ക് പറയേണ്ടതായിരുന്നു. ആവശ്യമുള്ളത് എന്തെന്നുള്ളത് മാത്രമേ നമ്മൾ സിനിമയിൽ എടുക്കുള്ളൂ. അല്ലാതെ ഇവിടുന്ന് എല്ലാം കൂടെ എടുത്ത് വാരി കൂട്ടിയിട്ട് പിന്നീട് എഡിറ്ററുടെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് വെട്ടി ഒരു സിനിമയാക്കുന്ന ഒരു സിസ്റ്റം ഒന്നില്ലായിരുന്നു. ഇന്നതാ മൾട്ടി അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മലയാള സിനിമ അന്ന് ഒരു എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്റ്റേറ്റ് ആയിരുന്നല്ലോ. ഇപ്പം അത് വളർന്ന് വലുതായി. ഇപ്പം നമുക്ക് അത് ഡബ് ചെയ്ത് തമിഴിൽ കാണിക്കാം, തെലുങ്കിൽ കാണിക്കാം. പിന്നെ പാൻ ഇന്ത്യൻ ഫിലിമായി മറ്റ് സിനിമകളോട് മത്സരിക്കാൻ തയ്യാറായിട്ട് നമ്മളിങ്ങനെ വലിയ സിനിമകൾ എടുക്കണം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ സിനിമ ഒരു പ്രൊഡ്യൂസർ സക്സസ് ആവോ ഇല്ലയോ എന്ന് അതിൻ്റെ മാജിക്, ഒരു റെസിപ്പി, ഒരു വിചിത്രമായ റെസിപ്പിയാണ്, അത് ആർക്കും അറിയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു